ഇന്നൊരു നല്ല പച്ചടി ഉണ്ടാക്കിയാലോ? ഓണസദ്യയിൽ എന്തായാലും പച്ചടിയുണ്ട്. പക്ഷെ അമ്മ ഓണത്തിന് മാത്രമല്ല വീട്ടിലിടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച് നല്ല ഫ്രഷ് ഇഞ്ചി ചേർത്തുണ്ടാക്കിയ പച്ചടി. അപ്പൊ തുടങ്ങാം. ദാ ഈ ചേരുവകളൊക്കെ പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി ഇതെല്ലാം നന്നായി ഇതുപോലെ അരിഞ്ഞു വെക്കുക. എത്ര നേർപ്പിച്ച് എത്ര ചെറുതാക്കി അരിയാമോ അത്രയും നല്ലത്. പിന്നെ നമ്മുടെ മാൻഡേറ്ററി കടുക് പൊട്ടിക്കുക. കറിവേപ്പിലയൊക്കെ ധാരാളം ചേർത്തോളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചേരുവകളുണ്ടല്ലോ, അവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കുക. ഈ പച്ചടി ശരിക്കും എന്തൊരു ഹെൽത്തി ഫുഡാണല്ലേ. നമ്മുടെ ചേരുവകൾ പെട്ടെന്ന് വഴന്നു വരാൻ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. അങ്ങനെ വഴറ്റി ദാ ഈ ഒരു പരുവമാകണം. ഏകദേശം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം വരണം. എന്നാൽ ഒട്ടും കരിഞ്ഞു പോകാനും പാടില്ല. അല്ലെങ്കിലും നല്ല രുചിയുള്ള കറി ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ പാകം വളരെ പ്രധാനമാണ്. ഇനി ഇതിന്റെ അരപ്പാണ്. തേങ്ങയും ജീരകവും കടുകും നല്ലപോലെ അരച്ചെടുത്ത് നന്നായി വഴന്നു വന്ന് നമ്മുടെ കൂട്ടിലേക്ക് ചേർക്കുക. ഇനി ഈ അരപ്പ് നന്നായി തിളച്ച് വറ്റി വരണം. ശേഷം വീണ്ടും നല്ലപോലെ വഴറ്റണം. ദാ ഇങ്ങനെ നല്ലപോലെ വെന്ത് ഒരു ഡ്രൈ ഫോമിൽ കിട്ടും. ആ വലിയ ചൂടങ്ങ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് തൈര് ചേർക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണെങ്കിൽ സ്വാദ് കൂടും. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചൂടാക്കിയെടുക്കണം. ഉപ്പൊക്കെ പാകമാണോ എന്ന് ഇടയ്ക്ക് നോക്കാൻ മറക്കണ്ട. പിന്നെ തൈരിന്റെ പുളി അനുസരിച്ച് വേണം തൈര് എത്ര ചേർക്കണം എന്ന് തീരുമാനിക്കാൻ. അങ്ങനെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള, അതിലേറെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പച്ചടി തയ്യാർ. ഇനി എൻ്റെ വീട്ടിലെ ഈ പച്ചടിയാണോ നിങ്ങളുടെ ഇഞ്ചി തൈര് എന്ന് എനിക്കറിയില്ല കേട്ടോ. കമന്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.